മകളെ, ഇതാ ഒരു ദിവസവും കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആ ദിവസത്തിന്റെ മനോഹരതയെ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ജെറൂസലമിൽ നിന്ന് വരുന്ന 3 മിനിറ്റ് പ്രാർത്ഥന അനേക മക്കൾക്ക് വലിയ അഭിഷേകമായി എന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇന്ന് പ്രത്യക്ഷീകരണം നടക്കുന്ന എപ്പിഫനിയുടെ ദിവസത്തിൽ ഈശോയുടെ കരങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ചിലർക്ക് വിമർശിക്കാനേ അറിയൂ, അഭിനന്ദിക്കാൻ അറിയില്ല. ചിലർക്ക് സ്നേഹം സ്വീകരിക്കാനേ അറിയൂ, സ്നേഹിക്കാൻ അറിയില്ല. ചിലർക്ക് കുറവുകൾ കണ്ടെത്താനേ അറിയൂ, നന്മ കാണാനോ പറയാനോ സാധിക്കുകയില്ല. അഭിനന്ദിക്കാനോ സ്നേഹിക്കാനോ നന്മകൾ കാണാനോ കണ്ടെത്താനോ കഴിയാത്ത ദൗർബല്യം നിറഞ്ഞ ജീവിതങ്ങളുണ്ട്. ഇതാ അവരോട് മാത്രമായിട്ട് ഈശോ നമ്മോട് സംസാരിക്കുന്നു. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. മകളെ, എത്ര വലിയ അകൃത്യങ്ങൾ ചെയ്താലും ആഴിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സ്നേഹസമ്പന്നനായ ദൈവമാണ്, അകൃത്യങ്ങൾ ക്ഷമിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. ഒരു കാര്യം മറക്കരുതേ, അകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുകയാണ്, ദൈവസ്നേഹം ചോർന്നു പോകുകയാണ്. ഇത് കൗശലക്കാരനും സൂത്രക്കാരനുമായ പിശാചിന്റെ ഒരു കെണിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വലയിലാക്കിയാണ് അവൻ കൊണ്ടുപോയി മദ്യാസക്തിയിലേക്ക്, ലഹരി വസ്തുക്കളിലേക്ക്, പുകവലി ശീലങ്ങളിലേക്ക്, നിയന്ത്രണം നഷ്ടപ്പെട്ട വികാരങ്ങളിലേക്ക്, അപകടം പതിയിരിക്കുന്ന എടുത്തുചാട്ടങ്ങളിലേക്ക്, കൊലപാതകങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, അശ്ലീല സ്വഭാവങ്ങൾ, പാപകരമായ ബന്ധങ്ങൾ, ജഡമോഹങ്ങൾ, ഇതിൽ കൊണ്ട് കുടുക്കുകയാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. മകളെ, ദൈവസ്നേഹത്തിൽ നിന്നും സഭയിൽ നിന്നും കൂട്ടായ്മ അകറ്റാൻ തന്ത്രപൂർവം സാത്താൻ കെണി ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. മനുഷ്യന് കിട്ടേണ്ട സമാധാനം, അവന് കിട്ടേണ്ട സന്തോഷം, ദൈവസ്നേഹം, ദൈവഭയം, ഐശ്വര്യം, സാമ്പത്തിക ഉയർച്ച തടഞ്ഞ് ആത്മീയമായും ശാരീരികമായി തളർത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നവനാണ് ദുഷ്ടനായ സാത്താൻ. അതുകൊണ്ട് മകളെ, മനുഷ്യന്റെ ഇടർച്ചയും പരാജയവും മരണവുമാണ് അകൃത്യങ്ങളിലൂടെ സാത്താൻ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈശോ എന്താണ് പറയുന്നത്? ഈശോ പറയുന്നു, പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അനുതപിക്കുക, പശ്ചാത്തപിക്കുക, തിരിച്ചു വരിക. അതാണ് ഈശോ നമ്മോട് പറയുന്നത്. മകളെ, ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ, കുരിശിന്റെ അടയാളത്താൽ നാരിക ശക്തികളെ, അന്ധകാര ശക്തികളെ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അകൃത്യങ്ങളെയും ഭീകരതയെയും കലഹങ്ങളെയും തകർച്ചകളെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുപോകട്ടെ. In the name of Jesus Christ, I command you, Satan, you get out. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുത്ത ഓരോരുത്തരോടും, ഇത് ഷെയർ ചെയ്യാൻ കാത്തു നിൽക്കുന്ന സർവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.